ഞാൻ രാത്രി വിളിക്കുമ്പോൾ ഇവളുടെ ഫോൺ എൻഗേജാണ് ഇന്നലെ. അതാണ് ഇന്നലെ പെട്ടെന്നുണ്ടായ സംഭവം. അവൾ പറയുന്നുണ്ട് അവളുടെ ഒരു റിലേറ്റീവ് ഒരു വലിയ വെച്ചോട് സംസാരിച്ചു എന്നാണ്. അപ്പം അവന് പെട്ടെന്ന് കള്ളും കുടിച്ച് കഴിഞ്ഞ് നല്ലപോലെ മദ്യപിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവന് ഫോൺ വിളിച്ചപ്പോൾ കണ്ടിന്യൂസ് എൻഗേജായപ്പോഴത്തേന് ഇവൻ കുറേ ദിവസമായിട്ട് ഈ അടുത്ത ദിവസങ്ങളായിട്ട് അവളെ സ്ഥിരം വിളിച്ചിട്ട് സോറി പറഞ്ഞ് നീ എൻ്റെ ഭാഗത്ത് നിന്ന് ദോഷമൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞതായിട്ടൊക്കെ നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായ കാര്യങ്ങളാണ്. ഇന്നലെ എന്തായാലും വൈകുന്നേരം സംസാരിച്ചപ്പോഴത്തേന് വളരെ ബുദ്ധിമുട്ടായതിന് ശേഷം അവൾ അവനോട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ കിട്ടിയത്. ഞാൻ പോലീസിനെ അറിയിക്കും, നീ അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, അങ്ങനെ എന്നെ നീ തേച്ചതിന് ശേഷം നീ. റൂറൽ എസ് പി കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കാണുകയാണ്. ഇപ്പോൾ ഈ കേസ് ഈ സംഭവം പുറത്തുവന്ന സാഹചര്യം എന്താണെന്ന് വിശദീകരിക്കുകയാണ് അദ്ദേഹം. ഇവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് രണ്ടും ആധികാരികമായിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. പ്രാഥമികമായി നമുക്ക് സംശയിക്കേണ്ട വിഷയങ്ങളാണ്. ആദ്യത്തേത് പൊക്കിൾ കുരുങ്ങിയെന്ന് അവൾ പറയുന്നതാണ്, അത് നമുക്ക് പരിശോധിക്കാനുണ്ട്. രണ്ടാമത്തേത് അവൾ അവസാനം ഇങ്ങനെ കൊച്ചു കരഞ്ഞു സ്വാഭാവികമാണല്ലോ. കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടി ആ വീട്ടിലെ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ അത് നമുക്ക് അവൾ പറഞ്ഞത് വിശ്വസിക്കാൻ വേണ്ടിയുണ്ട്. അത് ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു എന്ന് നമ്മൾ ന്യായമായിട്ട് സംശയിക്കുന്നു. കാരണം ഈ ചെറുക്കനും പെണ്ണും കൂടെ ഈ നമ്മൾ പറയുന്ന ഈ പ്രതികൾ രണ്ടുപേരുണ്ടല്ലോ, രണ്ടുപേരും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ അതിനകത്തുണ്ടായിട്ടുണ്ട്. ബോഡി കുഴിച്ചിട്ട് കുറേ നാളുകൾക്ക് ശേഷം അസ്ഥിയായതിനു ശേഷം അവിടെ നിന്ന് ഈ റെമനൻസ് വാരി ബാഗിനകത്താക്കി അത് ഇവൻ പറഞ്ഞു ഇഞ്ഞു കൊണ്ടുപോയി ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഹാൻഡ് ബാഗിനകത്ത് വെച്ച് അവൾക്ക് ഒരു ചെറിയ സ്കൂട്ടി പോലൊരു സ്കൂട്ടറിൽ ഇവരുടെ വീടിൻ്റെ അടുത്ത് വെച്ച് കൊണ്ടു കൊടുത്തു എന്ന് പറയുന്നു. ഞാനത് പേര് വിവരം കിട്ടിയില്ല നമുക്ക്. അത് ഒത്തിരി വിടുന്നത് അവൻ ഒരുമിച്ച് കൊണ്ടുവന്നല്ലോ. ഒരുമിച്ച് കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു സൗഹൃദം ഉള്ളതായിട്ട് തള്ളയ്ക്ക് സംശയമുണ്ട്. അവന്റെ ഏറ്റവും അടുത്ത 1-2 സുഹൃത്തുക്കളോട് സബ്സിക്വന്റ് ആയിട്ട് അവൻ പറഞ്ഞു എന്നൊരു സംശയം. ആദ്യം അവിടെ ഇങ്ങനെ എന്തോ ഒന്ന് കുഴിച്ചിടാൻ ശ്രമിച്ചു എന്നുള്ള അയൽവക്കത്തുകാർക്ക് ആർക്കും ഒരു സംശയം. ഇങ്ങനെയുള്ള സംശയങ്ങളേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ എങ്ങനെ പോയി എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിക്കാനുണ്ട്. കാരണം ഒരു പെണ്ണ് പറയുന്നത് അവർക്ക് പിന്നെ ഇതുണ്ടല്ലോ, ശരീരം കുറച്ച് വണ്ണം വയ്ക്കുന്ന, ഇപ്പം ഡ്രസ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ലാബ് ടെക്നീഷ്യനായിട്ട് ഈ അവസാന മാസങ്ങളിൽ പോയിട്ടില്ല. അമ്മയ്ക്ക് വിദ്യാഭ്യാസം കുറവാണ്. അമ്മയ്ക്ക് വളരെ അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത അമ്മയാണ് ഈ പെൺകുട്ടിയുടെ. സ്വാഭാവികമായിട്ടും ഞാൻ നോക്കുമ്പോൾ അവിടെ വേറൊരാളില്ല വീട്ടിൽ. അല്ലല്ല, വളർച്ച എത്തിയതിനു ശേഷം. അല്ല, അത് ഇപ്പം നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് 2024 ഏകദേശം ഞങ്ങൾക്ക് ഒരു നമുക്ക് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിന് പിന്നെ കണക്ട് ചെയ്യുന്ന മറ്റു കാര്യങ്ങളോട് നോക്കിക്കൊണ്ടിരിക്കും. പോയിട്ടില്ല എന്ന് അവർ പറയുന്നു. അതും പരിശോധിക്കണം. ഗോവിന്ദൻ നല്ലല്ലോ പേര്, ബബീൻ. അയാൾക്ക് ട്രസ് വർക്കാണ്. വകുപ്പുകൾ തീർച്ചയായിട്ടും കുട്ടിയെ കൊന്നു എന്ന് പറയുന്നത് തന്നെയാണ്. അത് സീരിയസ് ആണല്ലോ. കുട്ടിയെ കൊന്നു എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ അന്വേഷണം. അതിനാണ് ഇത്ര സമയം നമ്മൾ എടുത്തത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് നിലവിൽ കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കേസന്വേഷണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അന്വേഷണം പുരോഗമിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സെക്ഷൻ ചേർക്കണമെന്ന് നമ്മൾ ചെയ്തു. അല്ല, ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതിൽ രണ്ടുപേരും കൂടെ തമ്മിലുള്ള ബന്ധം മനസ്സിലായി. അതാണ് ഒന്നും അന്വേഷിക്കണമല്ലോ. കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി എന്നാണ് സ്വാഭാവികമായിട്ട്. ഇവര് തമ്മിൽ സംസാരിക്കുന്നുണ്ടല്ലോ, സംസാരിച്ചിട്ടാണല്ലോ കുട്ടി ഇവിടെ കൊണ്ടുവരുന്നത്.
കുട്ടിയെ മറവ് ചെയ്യുന്നത് ഭർത്താവാണല്ലോ, അല്ലെ? ഭർത്താവ് എന്ന് പറയുന്നത് ഈ പുരുഷനാണല്ലോ. അല്ല, അദ്ദേഹം പ്രാഥമികമായിട്ട് ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് ബാഗിൽ കുറേ അസ്ഥി കൊണ്ടുവന്നാൽ ഇത് മനുഷ്യന്റെ അസ്ഥിയാണോ അസ്ഥികൾ തന്നെയാണോ എന്നൊക്കെ വേണമല്ലോ, മറ്റ് മൃഗങ്ങളുടെ ആവാമല്ലോ. അപ്പം പ്രാഥമികമായിട്ടൊരു ഡോക്ടർക്ക്, ഫോറൻസിക് ഡോക്ടർക്ക് പ്രാഥമികമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് മനുഷ്യൻ്റെതാണോ, ദെൻ അത് ഒരു കുട്ടിയുടേതാണോ. അപ്പം ജനിച്ച ഉടനെ ഒരു കുട്ടിയുടെ അസ്ഥി എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ചില വ്യത്യാസമുണ്ട്. പലതും പൂർണ്ണ വളർച്ചയാവത്തില്ല. എല്ല് കണ്ടാൽ അവർക്കറിയാൻ പറ്റും ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ സേവനം ഞങ്ങൾ അതിന് വേണ്ടിയാണ് ഉപയോഗിച്ചത്. അദ്ദേഹം രാവിലെ ഇന്ന് അവധി ദിവസമായിട്ട് ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ ഇവിടെ വന്നു. അതിൽ നിന്ന് ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ കൊണ്ട് കിട്ടിയൊരു ഗുണമെന്ന് പറയുന്നത് 2 കുട്ടികളുടേതാണെന്ന് ഞങ്ങൾക്കത് ബോധ്യമായി. തീർച്ചയായിട്ടും ഡെഡ് ബോഡി ഇല്ല എന്നുള്ളത് ചലഞ്ചിങ് ആണ്. ഡെഡ് ബോഡി ഇല്ലെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിക്കുമല്ലോ. ആദ്യത്തെ മരണം കൊലപാതകം എന്താണ് അറിയാനായിട്ട് എന്താ മരണം? അതിന് ശാസ്ത്രീയമായിട്ട് ഒരുപാട് വഴികളുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ല. ഞങ്ങൾക്ക് ഒരുപാട് വഴികളുണ്ടല്ലോ, ബാക്കി വഴികളെല്ലാം നോക്കും. അതിൻ്റെ പ്രാഥമിക നടപടികൾ നടന്നു വരുന്നേ ഉള്ളൂ. അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. എപ്പം അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യും. അതിനകത്ത് ഡിവൈഎസ്പി അത് നിങ്ങളെ ബ്രീഫ് ചെയ്യും. ശരി.